സാജിദ് അജ്മലിലേക്കൂടെ പോവുകയാണ് പാലക്കാട്ടേക്ക്. സാജിദ്, ആദ്യത്തെ കേസിൽ 15-ാം തീയതി വരെ അറസ്റ്റ് പാടില്ല എന്നുള്ള ഒരു ഉത്തരവുണ്ട്. രണ്ടാമത്തെ കേസിൽ ഉപാധികളോടെ ജാമ്യം കിട്ടി. പാലക്കാടുകാർ ഒന്നടങ്കം ചോദിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ വോട്ട് ചെയ്യാൻ പാലക്കാട് എത്തുമോ എന്നുള്ളത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടോ? പാലക്കാട്ടെ ഒരു സ്ഥിതിവിശേഷം എന്താണ്? അജി, വോട്ട് ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം 2 കേസുകളാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത്. ആദ്യ കേസിൽ ഈ മുൻകൂർ ജാമ്യം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി. അതിൽ പിന്നീട് ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി അറസ്റ്റ് ചെയ്യരുത് എന്ന് പോലീസിന് നിർദ്ദേശം നൽകി. 15-ാം തീയതിയാണ് ആ കേസ് പരിഗണിക്കുക. രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കോടതി മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു MLA എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്താനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഔദ്യോഗിക ഓഫീസിലെ സീറ്റാണ്. 2 ആഴ്ചയായി MLA ഇല്ലാത്തൊരു ഓഫീസ് കൂടിയാണ് ഇത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്റ്റാഫ് എന്നോടൊപ്പം ഉണ്ട്. നാളെ വോട്ട് ചെയ്യാൻ എത്ര മണിക്കാണ് രാഹുൽ എത്തുക? അല്ല, വോട്ട് ചെയ്യാൻ വരുമോ എന്നുള്ളതിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ എവിടെയും മാറിയിരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. മുൻകൂർ ജാമ്യം കിട്ടി. അടുത്ത് 15-ാം തീയതിയാണ് പരിഗണിക്കുക. ഒരു MLA എന്നുള്ള നിലയ്ക്ക് വോട്ട് ചെയ്യാൻ എത്താനുള്ള സാധ്യതയല്ലേ ഉള്ളത്? ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിവില്ല. എവിടെയാണ് വോട്ട് രാഹുലിന്? അദ്ദേഹത്തിന്റെ വോട്ട് പാലക്കാട് കുന്നത്തൂർമേട് നഗരസഭയിലെ കുന്നത്തൂർമേട് പ്രദേശത്തെ ആണ് വാർഡ്. വോട്ട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളാണ് വോട്ട്. ഇപ്പൊ ഈ MLA ഇല്ലാത്ത 2 ആഴ്ച ഓഫീസിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഓഫീസിന്റെ സാധാരണഗതിയിൽ തന്നെ പ്രവർത്തിക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട്. അത്യാവശ്യം വരുന്ന ആളുകൾക്ക് പെരുമാറ്റച്ചട്ടത്തിന്റെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ രാഹുലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് നമ്മളോട് സംസാരിച്ചത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ വോട്ടാണ് പാലക്കാട്ടേത്. ഈ നേരത്തെ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്തും അദ്ദേഹത്തിന് ഇവിടെ വോട്ടുണ്ടായിരുന്നില്ല. നാടായ അടൂരിലായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭയ്ക്കും നിയമസഭയ്ക്കും എല്ലാം തന്നെ വോട്ട് ചെയ്തത്. പിന്നീട് ഇങ്ങോട്ട് MLA എന്ന നിലയ്ക്ക് താമസം മാറിയതിനു ശേഷമാണ് കുന്നത്തൂർ മേട്ടിലേക്ക് വോട്ട് മാറ്റുന്നത്. കുന്നത്തൂർ മേട് പാലക്കാട് നഗരസഭയിൽ 24-ാം വാർഡിലെ 2ാമത്തെ ബൂത്തിലെ വോട്ടറാണ്. ഈ മുൻകൂർ ജാമ്യം ലഭിച്ച പശ്ചാത്തലത്തിൽ രാഹുൽ വോട്ട് ചെയ്യാൻ എത്താനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷവും അദ്ദേഹം കാണാമറയത്ത് ഇരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അങ്ങനെ എത്തുകയാണെങ്കിൽ തന്നെ നാളെ വൈകുന്നേരത്തോടു കൂടി എത്താനുള്ളൊരു സാധ്യതയാണ്. രാവിലെ തന്നെ ഈ ബൂത്തിലേക്ക് എത്തുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. എത്താനുള്ളൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഓഫീസിലാണ് നമ്മൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ ഇരിപ്പിടമാണ് കാണുന്നത്. ഈ 2 ആഴ്ചയായി അദ്ദേഹം ഈ ഒളിവിലാണ് കഴിയുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതും ഈ പാലക്കാട് നഗരസഭയിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്നു. അതിൽ ഈ തന്റെ ഈ വോട്ടവകാശം MLA എന്ന നിലയ്ക്ക് അദ്ദേഹം വിനിയോഗിക്കാൻ എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി വളരെ പ്രധാനപ്പെട്ടതായി നമുക്ക് അറിയാനുള്ളത്. അങ്ങനെ എത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. അജി, ഏതായാലും